ചേന്നമംഗലത്താണ് 3 പേരെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയത്. 4 പേരെയാണ് വെട്ടിയത്. 3 പേർ കൊല്ലപ്പെട്ടു. ഉഷ, വേണു, വിനീഷ എന്നിവരാണ്. 2 പേർ സ്ത്രീകളാണ്. ഋതു എന്ന് പറയുന്ന ഒരു 28 വയസ്സുള്ള യുവാവ് വീട്ടിൽ കയറി വെട്ടിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ വരേണ്ടതുണ്ട്. അരുംകൊല എന്ന് തന്നെ പറയേണ്ടി വരും. എന്താണ് കാരണം എന്നതിനെക്കുറിച്ച് കുറച്ചുകൂടി പോലീസ് ബ്രീഫ് ചെയ്യേണ്ടതാണ്. നാട്ടുകാർ പറയുന്നത് ലഹരിക്ക് അടിപ്പെട്ടവനാണ് ഈ ഋതു എന്നുള്ളതാണ്. ഈ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് ഈ വീട്ടുകാരുമായി നിരന്തരം തർക്കമുണ്ടായിരുന്നു. നേരത്തെ പല ആവർത്തി ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെ ഉണ്ട്. ഇന്നിപ്പോൾ വീട്ടിൽ വന്ന് വാക്കുതർക്കം ഉണ്ടാകുന്നു. വാക്കുതർക്കത്തിൻ്റെ പിന്നാലെ വെട്ടിക്കൊല നടത്തി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആൻമരിയ തുടരുന്നു. ആൻമരിയ, ഒരു തർക്കത്തിനോ അല്ലെങ്കിൽ ഒരു കശപിശയ്ക്കോ വരികയാണെങ്കിൽ എന്തായാലും കയ്യിൽ ആയുധം കരുതേണ്ടതില്ലല്ലോ. അപ്പോൾ കൊല്ലുക എന്ന ഉദ്ദേശത്തിൽ തന്നെ ആയുധവുമായി എത്തിയെന്നാണോ മനസ്സിലാക്കേണ്ടത്? നേരത്തെയും ഇത്തരത്തിൽ ഭീഷണിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരാരും പോലീസിലേക്കോ ഒന്നും പോയി പരാതിപ്പെട്ടില്ല എന്നാണോ ആൻമരിയ? ഹാഷ്മി, ആദ്യമുണ്ടായ ഒരു ഭീഷണി, അതായത് ആദ്യം ഈ ഋതുവിനോട് ഇവർ ഇതിൽ നിന്ന് പിന്മാറണം എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പലതവണയായി ഇവർ ഭീഷണിപ്പെടുത്തുന്നു. പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നതടക്കമുള്ള ഭീഷണി ഇയാളുടെ ഭാഗത്ത് നിന്നുണ്ടാക്കുന്നു. ഇപ്പോൾ വരുന്നൊരു വാർത്ത ഋതു റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളാണ് എന്നൊരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. ഇയാൾ 3 കേസുകളിലെ പ്രതിയാണ്. നോർത്ത് പറവൂർ, വടക്കേക്കര സ്റ്റേഷനുകളിൽ കേസുകളാണ്. 2022 മുതൽ ഇയാൾ റൌഡി ലിസ്റ്റിലുള്ള ആളാണ്. ആൻമരിയ, അപ്പോൾ ക്രിമിനലാണ്. അത് തന്നെയാണ് ഹാഷ്മി. ഇപ്പോൾ ഈ പുറത്തു വരുന്ന, അതായത് ഈ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടയാൾ 3 കേസുകളിൽ പ്രതി ഈ ഒരു വിവരം തന്നെയാണ് ഋതു എന്തുകൊണ്ടാണ് ഈ കൊലപാതകം നടത്തിയത്. നേരത്തെ തന്നെ ഒരു ക്രിമിനൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഋതു. അതുകൊണ്ട് തന്നെ ഒരു ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ആയുധവുമായിട്ട് ഒരു വീട്ടിലേക്ക് കയറി വരണമെങ്കിൽ അത് കൊല്ലുക അല്ലെങ്കിൽ ഉപദ്രവിക്കുക, ചിലപ്പോൾ വേറൊരു രീതിയിൽ ചിന്തിക്കുകയാണ് എങ്കിൽ ഭീഷണിപ്പെടുത്തുക, അത് ഈ ഒരു ആയുധം കാണിച്ചു ഭീഷണിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയും ഋതുവിന് ഈ വീട്ടിലേക്ക് വരേണ്ടതുണ്ട്. പക്ഷെ നമ്മൾ ആ രീതിയിലേക്ക് ചിന്തിക്കേണ്ടതില്ല. കാരണം ഇവിടെ 3 പേർ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ഇതിനോടകം ഒരാൾ ഗുരുതരമായി ആശുപത്രിയിൽ ചികിത്സയിലാണ്. എന്ത് ലഹരി ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ പോലും ലഹരിയുടെ ഉപയോഗം അതികഠിനമായി കഴിയുമ്പോഴും ഈ രീതിയിൽ ഈ ക്രിമിനൽ സ്വഭാവമുള്ളയാളെ പോലീസ് നേരത്തെ തന്നെ ഒരു പ്രതിപട്ടികയിലുള്ളയാളെ പോലീസ് നേരത്തെ തന്നെ നിയന്ത്രിക്കേണ്ടതായിരുന്നു. പലതവണ പരാതി നൽകിയതാണ് ഈ നാട്ടുകാരെല്ലാം. ഈ അയൽവാസികൾ പലപ്പോഴായിട്ട് ഈ പോലീസിലെത്തി പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ ആ പരാതിയിൽ അന്വേഷണം നടക്കുന്നുണ്ട് എന്നുള്ളതല്ലാതെ ഈ ഋതുവിനെ ഒന്ന് വിളിച്ചു വരുത്തുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഋതുവിനെതിരെ കേസെടുക്കുന്നതിന് വേണ്ടിയിട്ടോ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. അതിൽ അന്വേഷണം നടക്കുന്നു എന്നുള്ള കാര്യമാണ് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് പ്രാഥമികമായിട്ടും മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. പക്ഷേ പണ്ട് മുതൽ ഒരു ക്രിമിനൽ സ്വഭാവമുള്ളയാള്, ചെറുപ്പം തൊട്ട് തന്നെ ലഹരി ഉപയോഗിച്ചിട്ടുള്ള ഒരാള്, ആ ഒരു ലഹരിയുടെ ഉപയോഗം തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ഒരു വ്യക്തി, ഒരു 6 മണിയോട് കൂടി ചേന്ദമംഗലം കിഴക്കുംപുറത്തെ ഒരു വീട്ടിലേക്ക് എത്തുന്നു. ആ വീട്ടിലെത്തിയതിനു ശേഷം തന്റെ കയ്യിൽ ആയുധം ഉപയോഗിച്ചുകൊണ്ട് അവരെ വെട്ടിപ്പരിക്കേൽപ്പിക്കുന്നു. ആ ഒരു വെട്ടിപ്പരിക്കേൽപ്പിച്ചതിന് ശേഷം അതിൽ 4 പേരെയും ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത് ഈ നാട്ടുകാരാണ്. ഇവരുടെ ഒച്ച കേട്ടുകൊണ്ടെത്തുന്ന, ബഹളം കേട്ടുകൊണ്ടെത്തുന്ന നാട്ടുകാർ ഉടൻ തന്നെ എത്തുന്നു. പക്ഷേ ആദ്യം ഇവിടെ എത്തിയ നാട്ടുകാർ ആരാണ് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ടില്ല. അതായത് ഈ അയൽവാസികൾ തന്നെ ആയിരിക്കാം ഇവിടേക്ക് എത്തിയത്. പക്ഷേ ഇവർ എത്തുമ്പോഴേക്കും ഋതു ഇവരുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന വാഹനം എടുത്ത് ഇവിടുന്ന് കടന്നു കളഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് ഋതു പോലീസിൽ പോയി പരാതി നൽകുന്നത്. ചിലപ്പോൾ ഇതൊരു കുറ്റബോധമായിരിക്കാം, അല്ലെങ്കിൽ ഈ നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള ഒരു കയ്യേറ്റം, അതെല്ലാം ഭയന്നുകൊണ്ടായിരിക്കാം. പല രീതിയിൽ നമുക്കതിനെ ചിന്തിക്കാനായിട്ട് സാധിക്കും. പക്ഷേ പോലീസിന്റെ ഭാഗത്തിൽ നിന്ന് കൃത്യമായിട്ടുള്ള ഒരു വിവരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഈ നിഗമനങ്ങളെല്ലാം അത് ശരിയായിരുന്നോ എന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കുകയുള്ളൂ. കൃത്യമായിട്ട് ഒരു ഉത്തരം നമുക്ക് നൽകാനായിട്ട് സാധിക്കുകയില്ല. പക്ഷേ നമുക്ക് പറയാനായിട്ടുള്ള ഒരു കാര്യം, ഒരു 6 മണിയോട് കൂടി ചേന്ദമംഗലം കിഴക്കുംപുറത്ത് അതിദാരുണമായിട്ടുള്ള, അല്ലെങ്കിൽ ഞെട്ടിപ്പിക്കുന്ന, കേരളത്തെ തന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു അരുംകൊല, ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ അരുംകൊല എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ഋതു എന്ന് പറയുന്ന 28 വയസ്സുകാരൻ, അയൽവാസി, ലഹരിയുടെ ഉപയോഗം സ്ഥിരമായിട്ടുള്ള ഒരാള് ഒരു വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തുന്നു. തുടർന്ന് താൻ കൊണ്ടുവന്ന ആയുധം ഉപയോഗിച്ച് ഇവരെ വെട്ടിക്കൊലപ്പെടുത്തുക. അതിൽ 3 പേർ കൊല്ലപ്പെടുന്നു. ഒരാൾ ഗുരുതരമായി ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നു. ഹാഷ്മി, ഇത് അരുംകൊല തന്നെയാണ്. ഞെട്ടിക്കുന്നതാണ്. കേരള മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്നതാണ്. ഒരു ലഹരിയുടെ ഉപയോഗം എവിടെ ചെന്ന് അവസാനിക്കുന്നു എന്ന് കാണിച്ചു തരുന്നതാണ്. ഹാഷ്മി.